ഇതുപോലെ 3-4 പ്രാവശ്യം തലകുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ചീർക്കും. മനഃപൂർവ്വം ചെയ്തതല്ലേ? ഇല്ല, ഇനി ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിനെ കൊല്ലാതെ. എടി ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും. നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കുക. അയ്യോ അല്ല, ഇത് മനഃപൂർവ്വമാണ്. നിങ്ങൾ ചെയ്യും, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാരെ ശവം കണ്ട് മരം വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോകണം. ശരിയാ ശരിയാ. ചേട്ടാ, ചേട്ടന് ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. ക്ഷമിച്ചിരിക്കുന്നു. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാനെന്താ മരം ഇരുമ്പോ പറ്റുവാണോ? ഒറ്റ തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യില്. ഇറങ്ങിപ്പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ? കുന്തം. എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ. ലോകത്തുള്ള വർത്താനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ. കാറുണ്ട്, മഴ പെയ്യും. പെയ്യോ? എന്നാ മിറ്റിലോട്ട് ഇറങ്ങിയോ?